90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. കിഫ്ബിയിലെ CAG റിപ്പോർട്ട് അന്തിമമാണെന്ന് സമ്മതിച്ച് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. കരട് റിപ്പോർട്ടിലില്ലാത്ത 4 പേജുകൾ കൂട്ടിച്ചേർത്തത് ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് ധനമന്ത്രി ആരോപിച്ചു. സംസ്ഥാനത്തെയും വികസന പ്രവർത്തനങ്ങളെയും തകർക്കാനുള്ള വൻ ഗൂഢാലോചനയാണ് നടക്കുന്നത്. മസാല ബോണ്ട് കുറഞ്ഞ പലിശയ്ക്ക് തന്നെയാണെന്ന് കിഫ്ബിയും വ്യക്തമാക്കി. കിഫ്ബിയുടെ റിപ്പോർട്ട് അന്തിമമാണോ കരടാണോ എന്നുള്ളതല്ല വിഷയമെന്ന് മന്ത്രി തോമസ് ഐസക്. കരട് റിപ്പോർട്ടെന്ന് താൻ പറഞ്ഞത് ഉത്തമ വിശ്വാസത്തിലാണ്. സർക്കാരുമായി ഒരാശയവിനിമയവും CAG നടത്തിയിട്ടില്ല. ഞാനത് പറഞ്ഞല്ലോ, ഉത്തമ ബോധ്യത്തിലാ പറഞ്ഞത്. എന്താ ഉത്തമ ബോധ്യം? ഒരു കാലത്തും ഇല്ലാത്ത കീഴ്വഴക്കമാണെന്ന് ഒരിക്കൽ പോലും സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്യാത്തൊരു കാര്യം റിപ്പോർട്ടായിട്ട് എഴുതി വെച്ചിട്ട് മുന്നോട്ട് വരാം. സ്വാഭാവികമായിട്ട് കരട് റിപ്പോർട്ടാണെന്ന് തിരിച്ചു. കേരളത്തിൽ നടക്കുന്ന വികസന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള വഴിയാണ് CAG ഒരുക്കുന്നത്. ഇതിൽ UDFന്റെ നിലപാട് എന്താണെന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടിയില്ല. കരട് റിപ്പോർട്ടിലും എക്സിറ്റ് മീറ്റിംഗിലും ഇല്ലാത്ത പ്രശ്നം റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തത് ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. AGയും കേരളത്തിലെ സർക്കാരും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പോലെ വരാം. അദ്ദേഹം പോലും എഴുതാത്ത കാര്യം ഡൽഹിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാം, എന്നിട്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതിരിക്കാം, എന്നിട്ട് ഈ റിപ്പോർട്ട് നിയമസഭ വെക്കാനെന്ന് പറഞ്ഞ് തരാം, എന്നിട്ടോ കേസ് കക്ഷി. മസാല ബോണ്ട് കുറഞ്ഞ പലിശയ്ക്ക് തന്നെയാണെന്ന് കിഫ്ബിയും വ്യക്തമാക്കി. ആഭ്യന്തര വിപണിയിൽ ടെൻഡർ ചെയ്തപ്പോൾ കിട്ടിയത് 10.15% നിരക്കിലാണ്. എന്നാൽ മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചത് 9.72% പലിശയ്ക്കാണ്. കുറഞ്ഞ പലിശ ലഭിക്കുന്നത് US ഡോളറിൽ ഇറക്കുന്ന ബോണ്ടുകൾക്കാണെന്നും മസാല ബോണ്ട് ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കി ഇറക്കിയതാണെന്നും കിഫ്ബി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. CAG റിപ്പോർട്ട് ചോർത്തിയ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. ധനമന്ത്രി റിപ്പോർട്ട് മോഷ്ടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഏറ്റവും വലിയ കള്ളനാണ് തോമസ് ഐസക് എന്ന BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും പ്രതികരിച്ചു. കിഫ്ബി പരാമർശമുള്ള CAG റിപ്പോർട്ട് ധനമന്ത്രി ചോർത്തിയെന്ന ആരോപണം നേരത്തെ ഉന്നയിച്ച പ്രതിപക്ഷം ഇപ്പോൾ രാജി ആവശ്യത്തിലേക്ക് കടന്നിരിക്കുന്നു. CAG റിപ്പോർട്ട് ധനമന്ത്രി മോഷ്ടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമസഭയുടെ നടപടിക്രമങ്ങളും ചട്ടങ്ങളും പരിപാലിക്കപ്പെടാതെ ഗുരുതരമായ കുറ്റം ചെയ്ത ഈ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് രാജിവെക്കണം. ഇവിടെ ഗവർണർക്ക് നൽകേണ്ട റിപ്പോർട്ട് മന്ത്രി ധനകാര്യ സെക്രട്ടറിയിൽ നിന്ന് മോഷ്ടിച്ച് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. BJPയും ധനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു. മന്ത്രിയുടേത് സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ കള്ളൻ ശ്രീ തോമസ് ഐസക്കാണ്. പച്ചക്കള്ളമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. CAGയുടെ കരട് റിപ്പോർട്ടാണ് എന്ന് കഴിഞ്ഞ 4 ദിവസമായിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ധനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടി, NK പ്രേമചന്ദ്രൻ, VD സതീശൻ എന്നിവരും രംഗത്തെത്തി. കിഫ്ബി മസാല ബോണ്ടിന് റിസർവ് ബാങ്ക് അനുമതി നൽകിയെങ്കിൽ രേഖ പുറത്തുവിടാൻ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വിവാദങ്ങൾക്കിടെ സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് കിഫ്ബി CEO KM എബ്രഹാം. ഡിസംബർ 31 ശേഷം CEO പദവിയിൽ കാലാവധി നീട്ടി നൽകേണ്ടെന്ന് KM എബ്രഹാം സർക്കാരിന് കത്ത് നൽകി. കത്ത് നൽകിയെന്ന വാർത്ത തെറ്റാണെന്നും സർക്കാരിന് ആഗ്രഹമുണ്ടെങ്കിൽ KM എബ്രഹാം തുടരുമെന്നും ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. അതിനിടെ മസാല ബോർഡിനെതിരെ മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസും ധനസെക്രട്ടറി മനോജ് ജോഷിയും നിലപാടെടുത്തിരുന്നു എന്ന വിവരവും പുറത്തുവന്നു. വിവാദങ്ങൾ വിടാതെ പിന്തുടരുന്ന കിഫ്ബിയുടെ തലപ്പത്ത് നിന്നും പടിയിറങ്ങാൻ സന്നദ്ധനായി KM എബ്രഹാം. നിലവിലെ വിവാദങ്ങളല്ല കാരണമെന്നും 2 മാസം മുമ്പ് കത്തു നൽകിയതാണെന്നും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ഡിസംബർ 31 കിഫ്ബി CEO ആയി KM എബ്രഹാമിന്റെ കരാർ കാലാവധി അവസാനിക്കും. വാർത്തയോട് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം ഇങ്ങനെ: ആ വാർത്ത ഒന്നും ശരിയല്ല. വാസ്തവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ ടേം തീരുകയാണ്. പക്ഷേ ഇന്നത്തെ പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം തുടരുന്നു. അതിനിടെ മസാല ബോണ്ടിലൂടെ ഉയർന്ന പലിശയ്ക്ക് ധനസമാഹരണം നടത്തുന്നതിനെ മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസും ധനസെക്രട്ടറി മനോജ് ജോഷിയും എതിർത്തു. 2018 ഒക്ടോബർ 2 കിഫ്ബി യോഗത്തിൽ 14ാമത്തെ ഇനമായിരുന്നു മസാല ബോണ്ട് വിഷയം. പലിശ കൂടുതലെങ്കിലും വിദേശ വിപണിയിൽ കടക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതെന്ന നിലപാടായിരുന്നു ധനമന്ത്രിയുടേത്. മസാല ബോണ്ടിന് സംസ്ഥാനം ചെലവഴിച്ചത് 40 കോടി രൂപയാണ്.
ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനും ഉദ്യോഗസ്ഥരുടെ വിദേശ പരിശീലനത്തിനുമൊക്കെയാണ് കോടികൾ ചെലവിട്ടത്. 24 തിരുവനന്തപുരം. CAG റിപ്പോർട്ട് വിവാദത്തിൽ വികസന കാര്യങ്ങൾ ചർച്ചയാക്കാൻ സർക്കാർ നീക്കം. കിഫ്ബിയിൽ ക്രമക്കേടെന്നും ധനമന്ത്രി ചട്ടലംഘനം നടത്തിയെന്നതും വോട്ടർമാരിൽ എത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കിഫ്ബിയെ കുറ്റപ്പെടുത്തി CAG റിപ്പോർട്ട് വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞത് ധനമന്ത്രി തോമസ് ഐസക്. റിപ്പോർട്ട് മന്ത്രി ചോർത്തിയെന്ന് പ്രതിപക്ഷം. കരട് റിപ്പോർട്ടേ കിട്ടിയുള്ളൂവെന്ന് മന്ത്രി. അന്തിമ റിപ്പോർട്ട് നൽകിയെന്ന് CAG. ഒടുവിൽ മന്ത്രിയും സമ്മതിച്ചു അന്തിമ റിപ്പോർട്ടെന്ന്. അതോടെ മന്ത്രി റിപ്പോർട്ട് ചോർത്തിയെന്നായി പ്രതിപക്ഷം. ഒറിജിനലും കരടും കണ്ട തിരിച്ചറിയാത്ത ആളാണോ ധനകാര്യമന്ത്രി എന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒറിജിനലാണോ കരടാണോ എന്നുള്ളതൊന്നും ചർച്ച ചെയ്യേണ്ട, അതാണ് ചർച്ച ചെയ്യേണ്ടത്. റിപ്പോർട്ട് ചോർച്ചയിൽ ശ്രദ്ധയൂന്നേണ്ടെന്നാണ് സർക്കാർ നിലപാട്. കിഫ്ബി കൊണ്ടുവന്ന വികസനം ചർച്ചയാക്കാനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പ്രതിരോധം തീർത്തിറങ്ങിയതിനു പിന്നിൽ. ധനമന്ത്രി തോമസ് ഐസക് ഈ നിലപാട് ആവർത്തിച്ചതിലൂടെ വ്യക്തമാക്കുന്ന സന്ദേശവും മറ്റൊന്നല്ല. കേരള സംസ്ഥാനം നടപ്പാക്കുന്ന ഈ വലിയ അന്യാദൃശ്യമായിട്ടുള്ള വികസന പരിപാടികൾ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ പരിശ്രമമാണ് CAGയുടെ റിപ്പോർട്ടിലൂടെ നടത്തിയിട്ടുള്ളത്. അത് രാഷ്ട്രീയ തലത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യും. CAG റിപ്പോർട്ട് ഗവർണർ വഴി നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയാണ് കീഴ്വഴക്കം. കീഴ്വഴക്ക ലംഘനമുണ്ടായാൽ കടുത്ത നടപടി സഭാസമിതി കൈക്കൊള്ളാനും ഇടയില്ല. ബി ദിലീപ് കുമാർ, 24 തിരുവനന്തപുരം. CAGയുമായി കേരള സർക്കാർ ഏറ്റുമുട്ടൽ തുടങ്ങിയത് 2019 ഫെബ്രുവരിയിൽ. കിഫ്ബിയിലെ CAG പരിശോധനയെ കേരളം എതിർത്തതോടെ പരിശോധനാ നടപടികൾ 2 തവണ നിർത്തിവെച്ചു. 2020 ജനുവരി 27 മുതലാണ് വീണ്ടും പരിശോധന തുടങ്ങിയത്. ഭരണഘടനാ സ്ഥാപനമായ CAGയുടെ കിഫ്ബിയിലെ പരിശോധന 2019 ഫെബ്രുവരി മുതൽ 2 തവണ നിർത്തിവെക്കേണ്ടി വന്നു എന്ന് ധനമന്ത്രാലയത്തിലെ രേഖകൾ വ്യക്തമാക്കുന്നു. ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം ധനമന്ത്രാലയം മാർച്ച് മാസത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2018 ഡിസംബർ 21 കിഫ്ബി രേഖകളുടെ പരിശോധന രേഖകളനുസരിച്ച് CAG ആരംഭിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ഈ പരിശോധന നിർത്തിവെച്ചു. സംസ്ഥാന സർക്കാർ പരിശോധനയെ എതിർത്ത് ഉചിത രേഖകൾ ലഭ്യമാക്കുകയോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യാതായതോടെയാണ് പരിശോധന തടസ്സപ്പെട്ടത്. 2019 മെയ് 9 വീണ്ടും CAG പരിശോധന പുനഃസ്ഥാപിക്കപ്പെട്ടു. ഏറെ ശ്രദ്ധേയമായ കാര്യം, കേവലം 22 ദിവസം മാത്രമാണ് രണ്ടാം അവസരത്തിൽ പരിശോധനയ്ക്ക് CAGക്ക് അവസരം ലഭിച്ചത്. മെയ് 27 CAG പരിശോധന വീണ്ടും തടസ്സപ്പെട്ടു. CAG പരിശോധന തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ശക്തമായ ഇടപെടലാണ് പിന്നീട് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 2020 ജനുവരി 27 വീണ്ടും തുടർന്ന് പരിശോധനാനുമതി ലഭിച്ചു. ഭരണഘടനാ സ്ഥാപനമായ CAGയും സംസ്ഥാന സർക്കാരും തമ്മിൽ കിഫ്ബി വിഷയത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ശീതസമരം ആരംഭിച്ചിരുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ED വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി M ശിവശങ്കറിന് ജാമ്യം നിഷേധിച്ചത്. കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കോടതി വിലയിരുത്തി. ലോക്കറിൽ കണ്ടെത്തിയ പണം സംബന്ധിച്ച് അന്വേഷണം തുടരേണ്ടതുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അധികാരപരിധിയിൽ ഇടപെടുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. M ശിവശങ്കറിനെ നാളെ ജയിലിൽ ചോദ്യം ചെയ്യാൻ വിജിലൻസിന് കോടതി അനുമതി നൽകി. ബിനീഷ് കോടിയേരി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിൽ. കോടതിയുടെ അനുമതിയോടെ ചോദ്യം ചെയ്യാനായി ബിനീഷിനെ NCB കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ലഹരിക്കടത്ത് കേസിൽ പ്രതി ചേർക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിയെ ലഹരിക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിൽ വാങ്ങിയത്. ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന ബിനീഷിനെ ചോദ്യം ചെയ്യാനായി NCB ആസ്ഥാനത്തേക്ക് എത്തിച്ചു. ബിനീഷിന്റെ സുഹൃത്തുക്കളായ മുഹമ്മദ് അനൂപ്, റിജേഷ് രവീന്ദ്രൻ എന്നിവർ കന്നഡ സീരിയൽ നടി അനികയ്ക്കൊപ്പം ലഹരിക്കടത്ത് കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു. അനൂപ് ബിനീഷിന്റെ ബിനാമിയാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ബിനീഷ് കൊക്കെയിൻ ഉപയോഗിച്ചിരുന്നതായും EDക്ക് മൊഴി ലഭിച്ചിരുന്നു. മയക്കുമരുന്ന് വിപണനത്തിലൂടെ ലഭിച്ച പണമാണ് ബിനീഷ് ബിനാമികളുടെ പേരിൽ നിക്ഷേപിച്ചത് എന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി NCB ബിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കേസിൽ പ്രതി ചേർക്കണോ എന്ന് തീരുമാനിക്കുക. നാളെ ബിനീഷിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് NCBയുടെ നിർണായക നീക്കം. 24 ബംഗളൂരു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രണ്ടിലെ ചിഹ്നം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു.
ജോസഫ് ജോസ് കെ മാണി വിഭാഗങ്ങൾ രണ്ടിലേക്ക് അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ജോസ് വിഭാഗത്തിന് ചെണ്ടയും ജോസ് കെ മാണി പക്ഷത്തിന് ടേബിൾ ഫാനും ചിഹ്നങ്ങളായി അനുവദിച്ചു. രണ്ടിലെ ചിഹ്നം കൂടെ കൂടിയ ശേഷം ആ അടയാളത്തിലല്ലാതെ കേരള കോൺഗ്രസ് എമ്മിന് ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ജോസഫ് വിഭാഗവും ജോസ് കെ മാണി പക്ഷവും ചിഹ്നത്തിനായി അവകാശവാദം ഉന്നയിച്ചതോടെ ഇരുപക്ഷത്തിനും നൽകേണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ജോസഫ് പക്ഷത്തിന് ചെണ്ടയും ജോസ് കെ മാണി പക്ഷത്തിന് ടേബിൾ ഫാനുമാണ് ചിഹ്നങ്ങൾ. പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയ അടയാള തർക്കമാണ് ജോസ് കെ മാണി പക്ഷത്തെ മുന്നണി മാറുന്നതിൽ വരെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. അന്ന് രണ്ടിലെ ജോസഫ് വിഭാഗത്തിനായിരുന്നു. രണ്ടിലെ ഇല്ലാതെ വർഷങ്ങൾക്കു ശേഷം പാലായിൽ പൈനാപ്പിൾ ചിഹ്നത്തിലായിരുന്നു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചത്. പിന്നീട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടില ജോസ് കെ മാണിക്ക് അനുവദിച്ചെങ്കിലും ഇതിനെതിരെ ജോസഫ് പക്ഷം ഹൈക്കോടതിയെ സമീപിച്ചു. ഇതുകൂടി കണക്കിലെടുത്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം. 24 തിരുവനന്തപുരം. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉത്തരവിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ ഓഡിറ്റ് നിർത്തിവെച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കാലതാമസമാണ് ഇപ്പോഴുള്ളതെന്നും നടപടികൾ പൂർത്തിയാക്കി ഓഡിറ്റ് തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തദ്ദേശ ഓഡിറ്റ് റദ്ദാക്കിയ വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. അഴിമതിക്ക് മറപിടിക്കാനാണ് ഓഡിറ്റ് നടപടികൾ നിർത്തിവെച്ചത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത കാരാട്ട് ഫൈസൽ കൊടുവള്ളി നഗരസഭയിൽ LDF സ്ഥാനാർത്ഥിയാകില്ല. ഫൈസലിനോട് പിന്മാറാൻ CPIM ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തീരുമാനം രേഖാമൂലം അറിയിച്ചു. പകരം കൊടുവള്ളിയിൽ INLന്റെ OP റഷീദ് സ്ഥാനാർത്ഥിയാകും. സ്വർണ്ണക്കടത്ത് കേസിനെ തുടർന്ന് വിവാദത്തിലകപ്പെട്ട കാരാട്ട് ഫൈസൽ കൊടുവള്ളിയിൽ ഇടതു സ്ഥാനാർത്ഥി അല്ല. INL പ്രാദേശിക നേതാവ് OP റഷീദാണ് കൊടുവള്ളി 15-ാം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി. കൊടുവള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയാണ് റഷീദ്. ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാരാട്ട് ഫൈസലിനെ കഴിഞ്ഞ ആഴ്ച ഇടതു MLA PT റഹീമാണ് പ്രഖ്യാപിച്ചത്. ഇടതു സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗത്തിൽ വെച്ചായിരുന്നു അത്. എന്നാൽ ഇത് CPIM-നും ഇടതുമുന്നണിക്കും സംസ്ഥാന തലത്തിൽ തിരിച്ചടിയാകുമെന്ന് അഭിപ്രായമുയർന്നു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവനും വിഷയത്തിൽ ഇടപെട്ടു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയോട് ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു. തുടർന്നാണ് ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥി മാറ്റത്തിന് നീക്കങ്ങൾ തുടങ്ങിയത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി മാർഗനിർദ്ദേശം പാലിച്ചു മാത്രമേ സ്ഥാനാർത്ഥി നിർണയങ്ങൾ എല്ലായിടത്തും നടക്കുകയുള്ളൂ എന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ 24-നോട് പറഞ്ഞു. ഞങ്ങൾ ഇടപെടേണ്ട ഏതെങ്കിലും വിഷയങ്ങൾ വന്നാൽ അപ്പോൾ ഇടപെടും. അങ്ങനെ ഇടപെടേണ്ട ഒരു സാഹചര്യവും ഒരു വിഷയവും കൊടുവള്ളി എന്നല്ല കോഴിക്കോട് ജില്ലയിൽ ഒരിടത്തും ഉണ്ടായതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ ഇതേ സമയം ഒരു കാര്യം വ്യക്തം, കാരാട്ട് ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണമായത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. പാലാ നഗരസഭയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയാതെ LDF 17 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ജോസ് കെ മാണി പക്ഷം ഉറച്ചുനിന്നതോടെ ചർച്ചകൾ വഴിമുട്ടി. രാവിലെ നടന്ന ഉഭയകക്ഷി ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞു. തർക്കപരിഹാരത്തിനായി പാലായിൽ LDF യോഗം ചേരുകയാണ്. പാർട്ടിയുടെ ശക്തികേന്ദ്രമായ പാലായിൽ 17 സീറ്റിൽ കുറഞ്ഞുള്ള ചർച്ചകൾക്ക് വഴങ്ങേണ്ട എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷം. ആകെയുള്ള 26 ഡിവിഷനുകളിൽ ഭൂരിഭാഗവും ജോസിന് നീക്കിവച്ചാൽ അവശേഷിക്കുന്ന 9 സീറ്റുകൾ മാത്രമാണ് CPM-നും CPI-ക്കും NCP-ക്കുമായി ഉള്ളത്. പാലായിൽ MLA ഉള്ളതിനാൽ NCP-ക്ക് നഗരസഭയിൽ സീറ്റ് നിഷേധിക്കാനാകില്ല. 6 സീറ്റിൽ CPM, 2 സീറ്റിൽ CPI എന്ന നിർദ്ദേശമാണ് CPM നേതൃത്വം ഉദ്ദേശിക്കുന്ന ഫോർമുല. എന്നാൽ കഴിഞ്ഞ തവണ 7 ഡിവിഷനുകളിൽ മത്സരിച്ച CPI ഈ ഒത്തുതീർപ്പിന് തയ്യാറല്ല. 4 സീറ്റുകളെങ്കിലും കിട്ടണമെന്നാണ് വാദം. ഇതുണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ഭീഷണി. ഇന്ന് രാവിലെ ചേർന്ന ഉഭയകക്ഷി ചർച്ചയിൽ വിഷയം പരിഹരിക്കാനായില്ല. ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന LDF യോഗത്തിൽ വീണ്ടും CPI-യെ അനുനയിപ്പിക്കാൻ ശ്രമം നടക്കും. 3 സീറ്റുകൾ വരെ വിട്ടുനൽകി ഒത്തുതീർപ്പുണ്ടാക്കാനാണ് നീക്കം. പാലായ്ക്ക് പുറമെ കടനാട്, കരൂർ പഞ്ചായത്തുകളിലും ബ്ലോക്ക് ഡിവിഷനുകളിലും തർക്കം തുടരുകയാണ്. NDA UDF സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിയതോടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാകാതെ പ്രതിസന്ധിയിലാണ് ഇടതുമുന്നണി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കുമെന്നിരിക്കെ തർക്കപരിഹാരത്തിനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് LDF ജില്ലാ നേതൃത്വം. 24 കോട്ടയം.
തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ സംസ്ഥാന നേതാവിനെ രംഗത്തിറക്കി BJP. മേയർ സ്ഥാനാർത്ഥിയായാണ് സംസ്ഥാന വക്താവ് B. ഗോപാലകൃഷ്ണനെ മത്സരിപ്പിക്കുന്നത്. കൂട്ടംകുളങ്ങര ഡിവിഷനിൽ മത്സരിക്കും. ഇതോടെ കോർപ്പറേഷനിലേക്കുള്ള BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി. മുഴുവൻ സ്ഥാനാർത്ഥികളെയും CPIM കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി പൂർത്തിയാകുന്നതോടെ തൃശൂർ കോർപ്പറേഷനിലെ ചിത്രം വ്യക്തമാകും. തമിഴ് ചലച്ചിത്ര താരം രജനീകാന്തിനെ BJPയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശനിയാഴ്ച ചെന്നൈയിൽ അമിത്ഷാ രജനീകാന്തുമായി കൂടിക്കാഴ്ച നടത്തും. വേലയാത്ര അവസാനിക്കുന്ന ഡിസംബർ 6-ന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ രജനീകാന്തിന്റെ BJP പ്രവേശനം സാധ്യമാക്കാനാണ് നീക്കം. BJP സംസ്ഥാന അധ്യക്ഷൻ മുരുകന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വെട്രിവേൽ യാത്രയുടെ പര്യടനം കോടതി തടഞ്ഞിരുന്നു. ദ്രാവിഡ രാഷ്ട്രീയ ഭൂമിയിൽ താമര വിരിക്കാൻ വേലെടുത്തിരിക്കുന്ന BJP അതിന്റെ അമരത്ത് നിൽക്കാനാണ് രജനീകാന്തിനെ പരിഗണിക്കുന്നത്. RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി വഴി നടത്തിയ ചർച്ചകൾ ബലം കാണുന്നു എന്നതിന്റെ സൂചനയാണ് ശനിയാഴ്ചത്തെ അമിത്ഷായുടെ ചെന്നൈ സന്ദർശനം. BJP സംസ്ഥാന അധ്യക്ഷൻ എൽ മുരുകൻ നയിച്ച വെറ്റിവേൽ യാത്ര കോടതി തടയുകയും നേതാക്കൾ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഡിസംബർ 6-ന് അവസാനിക്കുന്ന രീതിയിൽ സംഘടിപ്പിച്ചിരുന്ന വേൽയാത്രയുടെ സമാപനത്തിൽ രജനീകാന്തിന്റെ പാർട്ടി പ്രവേശനം നടത്താനായിരുന്നു BJP ശ്രമം. തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾക്കായാണ് ശനിയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെന്നൈയിലെത്തുന്നത്. ഈ ഘട്ടത്തിലാകും അമിത്ഷാ രജനീകാന്ത് കൂടിക്കാഴ്ച. രജനീകാന്ത് BJP പാളയത്തിൽ ചേക്കേറിയാൽ അത് ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിന് പുറത്തേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള BJP നീക്കങ്ങൾക്ക് സുപ്രധാനമാകും. തമിഴ് ഹൈന്ദവരുടെ ആരാധനാപത്രമായ വേൽമുരുകനെ രാഷ്ട്രീയ പ്രതീകമാക്കാനാണ് തമിഴ്നാട്ടിൽ BJPയുടെ ശ്രമങ്ങൾ. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗം ഡിസംബർ 6-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്താനാണ് BJPയുടെ ഇപ്പോഴത്തെ ശ്രമം. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. മുംബൈയിലെ തലോജ ജയിലിൽ അവശനിലയിൽ കഴിയുന്ന തെലുങ്ക് കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ വരവര റാവുവിന്റെ ജാമ്യാപേക്ഷ ബോംബെ ഹൈക്കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. ജാമ്യാപേക്ഷ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ഇന്ന് പരിഗണിച്ചപ്പോൾ സാങ്കേതിക തടസ്സമുണ്ടായി. തുടർന്ന് നാളെ നേരിട്ട് വാദം കേൾക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. വരവര റാവുവിനെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധിച്ചിട്ടില്ലെന്നും മെഡിക്കൽ റിപ്പോർട്ട് അപൂർണമാണെന്നും മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് ചൂണ്ടിക്കാട്ടി. ഭീമ കൊറേഗാവ് കേസിൽ 2018 ഓഗസ്റ്റിലാണ് വരവര റാവു അറസ്റ്റിലായത്. മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ KB ഗണേഷ് കുമാർ MLAയുടെ ഓഫീസ് സെക്രട്ടറി സർക്കാരിനെതിരെ കോടതിയിൽ. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ നേരിടുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണെന്നും വ്യക്തമാക്കുന്നു. ആനന്ദ് കുട്ടില കാസർഗോഡ് നിന്ന് വിവരങ്ങൾ അയച്ചിരുന്നു. ആനന്ദ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ആനന്ദ്? ഉന്മേഷ്, KB ഗണേഷ് കുമാർ MLAയുടെ PA ആണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. ജാമ്യ ഹർജിയിലാണ്, കാസർഗോഡ് സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിലാണ് സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാർ നേരിടുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നും സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്നിവയിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണെന്നാണ് പ്രദീപ് കുമാർ, KB ഗണേഷ് കുമാർ MLAയുടെ PA പ്രദീപ് കുമാർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. താൻ MLAയുടെ PA ആണ് എന്ന കാര്യവും കൃത്യമായി ജാമ്യാപേക്ഷയിൽ പ്രദീപ് കുമാർ പറയുന്നുണ്ട്. ഏതായാലും ഈ കേസിനകത്ത് സർക്കാരിനെതിരെയുള്ള ഒരു നിലപാടാണ് MLAയുടെ PA ജാമ്യാപേക്ഷയിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം പ്രദീപ് കുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചു. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രദീപ് കുമാറിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആനന്ദ് കുട്ടില കാസർഗോഡ് നിന്നും. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഒഴിവായി. പൊതുഭരണ വകുപ്പ് പൊളിറ്റിക്കൽ വിഭാഗത്തിലെ ഹൌസ് കീപ്പിംഗ് സെക്ഷനിലാണ് സംഭവം. ഫാൻ ചൂടായി പുക ഉയർന്നെങ്കിലും വലിയ തീപിടുത്തം ഉണ്ടായില്ല. ഓഫീസ് സമയമായതിനാൽ പുക ഉയർന്നപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. നേരത്തെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത് വലിയ വിവാദമായിരുന്നു. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ റിമാൻഡിൽ കഴിയുന്ന MC കമറുദ്ദീൻ MLAയെ പ്രമേഹനില ഉയർന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി MLAയെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും പരിശോധന കഴിഞ്ഞ് MC കമറുദ്ദീൻ MLAയെ ജില്ലാ ജയിലിലേക്ക് തന്നെ മാറ്റി. ഇതിനിടെ MLA ഹോസ്ദുർ കോടതി ഒരു ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രമേഹനില ഉയർന്നതിനെ തുടർന്നാണ് രാവിലെ 11 മണിയോടെ MC കമറുദ്ദീൻ MLAയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന MLAയെ ഇന്ന് രാവിലെയാണ് ശാരീരിക അസ്വസ്ഥതകൾ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടതോടെ പരിശോധനയ്ക്ക് ശേഷം കമറുദ്ദീനെ ജില്ലാ ജയിലിലേക്ക് മാറ്റി. കമറുദ്ദീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതറിഞ്ഞ് NA നെല്ലിക്കുന്ന് MLA, ജില്ലാ ട്രഷറർ കല്ലട്ര മാഹീൻ എന്നിവർ ആശുപത്രിയിലെത്തി. ECGയിൽ വേരിയേഷനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി MLAയെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന്
നേതാക്കൾ ആവശ്യപ്പെട്ടു. അത് ECGയിൽ വേരിയേഷൻ ഉള്ളതുകൊണ്ട് നല്ലൊരു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആണ് വേണ്ടത്. അത് നമ്മളിവിടെ ഇല്ല കാർഡിയോളജി ഡോക്ടർ. അപ്പോൾ ഇനി പെരിയാരത്തെയാണ് പോകേണ്ടത്. ജ്വല്ലർ നിക്ഷേപ തട്ടിപ്പിൽ പ്രതിയായ MC കമറുദ്ദീനെ കഴിഞ്ഞ നവംബർ 8-നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. MLAക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന വാദം തള്ളിയാണ് ഹോസ്ദുർഗ് കോടതി കമറുദ്ദീനെ റിമാൻഡ് ചെയ്തത്. 24 കാസർഗോഡ്. ബിലീവേഴ്സ് ചർച്ച് ബിഷപ്പ് KP യോഹന്നാന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. തിങ്കളാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം ബിലീവേഴ്സിന്റെ തിരുവല്ലയിലെ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ 2.5 കോടി രൂപയിലധികം കണ്ടെടുത്തു. സംസ്ഥാന വ്യാപകമായി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിന്റെ തുടർച്ചയായാണ് KP യോഹന്നാനെ ചോദ്യം ചെയ്യുന്നത്. തിങ്കളാഴ്ച കൊച്ചിയിലെ ആദായ നികുതി വകുപ്പ് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യലിന് എത്തേണ്ടത്. ബിലീവേഴ്സ് ചർച്ച് സ്ഥാപനങ്ങളുടെ ആസ്തിയും വരുമാനവും സംബന്ധിച്ച രേഖകൾ അന്നേ ദിവസം ഹാജരാക്കണം. വിദേശ ഫണ്ടിംഗ് സംബന്ധിച്ച കണക്കുകളും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ബിലീവേഴ്സിന്റെ തിരുവല്ലയിലെ സ്ഥാപനങ്ങളിൽ 2.5 കോടി രൂപയിലധികം കണ്ടെടുത്തു. ഇതോടെ പിടിച്ചെടുത്ത തുക 17 കോടിയായി. അതേസമയം വിവിധ ജില്ലകളിലുള്ള ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളുകൾ, കോളേജുകൾ, ട്രസ്റ്റുകളുടെ ഓഫീസുകൾ എന്നിവിടങ്ങളിലും ബിഷപ്പ് KP യോഹന്നാന്റെ വീട്ടിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി. വിദേശത്തു നിന്നും സാമ്പത്തിക സഹായം സ്വീകരിച്ചതിൽ സ്ഥാപനം സമർപ്പിച്ച കണക്കുകളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിൽ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരിൽ ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് കുറച്ചു ദിവസം മുമ്പ് മരവിപ്പിച്ചിരുന്നു. കേരളത്തിലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ട്. 24 കൊച്ചി. ഇന്ന് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് 27 മരണമാണ്. ഇനി ജില്ല തിരിച്ചുള്ള കണക്കുകൾ കൂടി നോക്കാം. ഏറ്റവും കൂടുതൽ കേസുകൾ ഇന്ന് മലപ്പുറത്താണ് 776, കൊല്ലത്ത് 682 പേർക്ക് പുതുതായി രോഗബാധ. തൃശൂരിൽ ഇന്നത്തെ കണക്ക് 667. കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ 644 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. എറണാകുളത്തും 600-ലേറെ രോഗികൾ, 613 ഇന്നത്തെ കണക്ക്. കോട്ടയത്ത് 429 പേർക്ക് കൂടി വൈറസ് ബാധ. തിരുവനന്തപുരം 391, പാലക്കാട് 380, ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ 364 പുതിയ കോവിഡ് കണക്ക്. കണ്ണൂരിൽ 335 പേർക്ക് കൂടി രോഗം. പത്തനംതിട്ടയിൽ 202 പുതിയ രോഗികൾ. ഇടുക്കിയിൽ 100 കടന്നിരിക്കുന്നു ഇന്നത്തെ കണക്ക് 116. വയനാട്ടിലേക്ക് എത്തുമ്പോൾ 97 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കാസർഗോഡ് 96 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 6620 പേരാണ് സംസ്ഥാനത്ത് ഇന്ന് രോഗമുക്തി നേടിയത്. 56,157 സാമ്പിളുകൾ പുതുതായി പരിശോധിക്കുകയും ചെയ്തു. 27 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1915 കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 64 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 639 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നുകൂടി ആരോഗ്യവകുപ്പിന്റെ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് എത്രയാണ്? മറ്റെന്തൊക്കെ വിവരങ്ങൾ ചേർക്കാനുണ്ട് അലക്സ്? ഉന്മേഷ്, സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 31,000 സാമ്പിളുകൾ അല്ലെങ്കിൽ പരിശോധനകൾ വർദ്ധിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഇന്നലെ അത് 25,000-ന് അടുത്തായിരുന്നെങ്കിൽ ഇന്നത് 56,157 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചിട്ടുള്ളത്. 5,792 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്തെ പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിനു മുമ്പ് ഉള്ള ദിവസങ്ങളിൽ ഇത് 10% താഴേക്ക് എത്തിയിരുന്നു. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.31% എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയാവുന്ന ഒരു വിവരം. 27 മരണങ്ങൾ കൂടി ഇന്ന് സർക്കാർ കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 1915 ഉയർന്നിരിക്കുന്നു. ഇന്നത്തെ രോഗബാധിതരിൽ 104 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 4,985 പേരും സമ്പർക്ക രോഗബാധിതരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതിനു പുറമെ 639 പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല. 64 ആരോഗ്യ പ്രവർത്തകരും ഇന്ന് രോഗബാധിതരായിട്ടുണ്ട്. 6,620 പേർ ഇന്ന് രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,20,023 പേർ കോവിഡ് സംബന്ധിച്ച് നിരീക്ഷണത്തിലുണ്ട്. 8 പ്രദേശങ്ങളെ പുതുതായി ഹോട്ട്സ്പോട്ടിലാക്കുകയും 9 പ്രദേശങ്ങളെ ഒഴിവാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് സജീവമായ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 599. ഉന്മേഷ്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ 30,000-ൽ താഴെയായി. ജൂലൈക്ക് ശേഷമാണ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നത്. അതേസമയം ഡൽഹിയിലെ സാഹചര്യം ഗുരുതരമാണെന്ന് നീതി ആയോഗ് വിലയിരുത്തി. നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. 29,164 കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് സ്ഥിരീകരിച്ചത്.
ജൂലൈ 14 ശേഷമാണ് പ്രതിദിന കേസ് 30,000 താഴെയായി രേഖപ്പെടുത്തിയത്. അതേസമയം പ്രതിദിന പരിശോധനകൾ വീണ്ടും കുറഞ്ഞു. 8.5 ലക്ഷം പരിശോധനകൾ മാത്രമാണ് കഴിഞ്ഞ 24 മണിക്കൂറിടെ നടന്നത്. ഡൽഹി, ബംഗാൾ, കേരളം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ പ്രതിദിന കേസുകൾ താരതമ്യേന കുറഞ്ഞതാണ് ദേശീയ കണക്കിലും പ്രകടമായത്. 88,74,291 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. മരണസംഖ്യ 1,30,519 രോഗം ഭേദമായവരുടെ എണ്ണം 83 ലക്ഷത്തിന് അടുത്തെത്തി. 93.42% രോഗമുക്തി നിരക്ക്. 3,791 പേർക്ക് ഡൽഹിയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചു. പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിലായി തുടരുന്നു. ഡൽഹിയിൽ സാഹചര്യം ഇനി മോശമാകാൻ സാധ്യതയുണ്ടെന്ന് നീതി ആയോഗ് വ്യക്തമാക്കി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നതിനാൽ മാർക്കറ്റുകൾ അടച്ചിടാനാണ് സർക്കാർ ആലോചന. ബംഗാളിൽ 3,012, രാജസ്ഥാനിൽ 2,169 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കേസുകൾ. മഹാരാഷ്ട്രയിൽ 60 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 46,000 കടന്നു. 24 ഡൽഹി. സംസ്ഥാനത്ത് CBIക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി വിജ്ഞാപനമിറങ്ങി. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ 6ാം വകുപ്പ് പ്രകാരം കേരളത്തിൽ CBIക്ക് നൽകിയിരുന്ന അനുമതികൾ പിൻവലിച്ചതായാണ് വിജ്ഞാപനം. സർക്കാരിന്റെ അനുമതിയോടെയോ കോടതി വിധി അനുസരിച്ചോ മാത്രമേ ഇനി CBIക്ക് കേരളത്തിൽ കേസ് ഏറ്റെടുക്കാൻ കഴിയൂ. നിലവിൽ നടക്കുന്ന CBI അന്വേഷണങ്ങൾക്ക് ഇത് ബാധകമല്ല. മന്ത്രിസഭാ തീരുമാനപ്രകാരം ആഭ്യന്തര സെക്രട്ടറിയാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. ഉത്തർപ്രദേശിൽ ദുർമന്ത്രവാദത്തിനായി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. കുട്ടികൾ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ദുർമന്ത്രവാദം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. വയറ് കീറി കരൾ പുറത്തെടുത്താണ് കൊടും ക്രൂരത നടത്തിയത്. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവമാണ് ഉത്തർപ്രദേശ് കാൺപൂരിൽ നടന്നത്. ദീപാവലിയുടെ തലേ ദിവസം പടക്കം വാങ്ങാൻ പുറത്തിറങ്ങിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി. മദ്യലഹരിയിലായിരുന്ന പ്രതികൾ പെൺകുട്ടിയുടെ വയറ് കീറി ആന്തരികാവയവങ്ങൾ പുറത്തെടുത്തു. സംഭവത്തിൽ അങ്കുൽ, ബീരാൻ എന്നിവരെയാണ് ആദ്യം പിടികൂടിയത്. അങ്കുലിന്റെ ബന്ധുവായ പരശുരാം, ഇയാളുടെ ഭാര്യ എന്നിവരെയും പോലീസ് പിന്നീട് പിടികൂടി. കുട്ടികളില്ലാത്ത പരശുരാമന് ദുർമന്ത്രവാദം നടത്തുന്നതിനാണ് ഹീനകൃത്യം. ആദ്യം കേസ് വഴിതിരിച്ചോടാൻ ശ്രമിച്ച പരശുരാമന് വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ये काम इसलिए किया गया क्योंकि परशुराम की शादी वर्ष 1999 में हुई थी, तब से उसको कोई बच्चा नहीं हुआ था. इसलिए परशुराम के कहने पर उनके भतीजों ने उससे कुछ पैसे लेकर के इस घटना को अंजाम दिया है. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. അതിവേഗ കോടതിയിലാണ് കേസിന്റെ വിചാരണ നടപടി നടക്കുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പെൺകുട്ടിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. 24 ഡൽഹി. ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭീകരവാദമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 12ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ നടത്തിയ പ്രസ്താവനയിലാണ് മോദി ഭീകരവാദത്തിനെതിരെ നിലപാടെടുത്തത്. തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളായിരിക്കും ഭീകരവാദത്തിന്റെ ഉത്തരവാദികൾ. ഭീകരവാദത്തെ സംഘടിതമായി കൈകാര്യം ചെയ്യാൻ രാജ്യങ്ങൾ തയ്യാറാകണം. 2021 ബ്രിക്സ് 15 വർഷം പൂർത്തിയാക്കുമെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്ത വിവിധ തീരുമാനങ്ങൾ വിലയിരുത്താൻ റിപ്പോർട്ട് നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരിക്കിടെ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ നേതാക്കൾ അന്തർബ്രിക്സ് സഹകരണവും ആഗോള പശ്ചാത്തലത്തിലെ കോവിഡ് പോരാട്ടവും പ്രധാന ചർച്ചാ വിഷയമാക്കി. തീവ്രവാദ വിരുദ്ധത, വ്യാപാരം, ആരോഗ്യം, ഊർജ്ജം തുടങ്ങിയവയും ഉച്ചകോടിയിൽ ചർച്ചയായി. മൂവാറ്റുപുഴ മുടവൂർ സെന്റ് ജോർജ് പള്ളി സർക്കാർ ഏറ്റെടുത്തു. ഓർത്തഡോക്സ് സഭാ പ്രതിനിധികൾക്ക് പള്ളിയുടെ ഭരണ നിയന്ത്രണം കൈമാറി. യാക്കോബായ സഭാംഗങ്ങളുടെ പ്രതിഷേധം മറികടന്നാണ് പോലീസിന്റെ നടപടി. യാക്കോബായ സഭയുടെ കൈവശമിരുന്ന മൂവാറ്റുപുഴ മുടവൂർ സെന്റ് ജോർജ് പള്ളിയാണ് പോലീസ് ഏറ്റെടുത്തത്. പള്ളിയുടെ ഭരണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഉത്തരവ്. ഇതോടെയാണ് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ച് പള്ളി ഏറ്റെടുത്ത് കൈമാറിയത്. പുലർച്ചെ മുതൽ യാക്കോബായ സഭാംഗങ്ങൾ പള്ളിയിൽ തമ്പടിച്ചിരുന്നു. പോലീസ് നടപടി ആരംഭിച്ചതോടെ യാക്കോബായ സഭാംഗങ്ങൾ പ്രതിഷേധിച്ചു. വിശ്വാസം വേദപുസ്തകത്തിലാണ്, വേദപുസ്തകത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലാണ്ട് പിടിച്ചെടുക്കുന്ന വിശ്വാസമല്ല. പള്ളിയുടെ ഗേറ്റിന്റെ പൂട്ട് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പൊളിച്ച് പോലീസ് അകത്തു കടന്നു. ഓർത്തഡോക്സ് വൈദികനടക്കമുള്ള സംഘം പള്ളിയിൽ പ്രവേശിച്ചു. വിധി നടപ്പാക്കിയതിൽ സന്തോഷമെന്ന് ഓർത്തഡോക്സ് സഭ. പരിശുദ്ധ സഭയുടെ 1934 ഭരണഘടന അതിൻ പ്രകാരം ഭരിക്കപ്പെടണമെന്ന കോടതി വിധികൾ ഇന്നിവിടെ നിറവേറുകയാണ്. ഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികളെ ഇറക്കിവിട്ട് ഓർത്തഡോക്സ് സഭ പള്ളി പിടിച്ചത് അനീതിയെന്ന് യാക്കോബായ സഭ ആരോപിച്ചു. കോടതി വിധിയുടെ ഒരനുഭവത്തിൽ 365 കുടുംബാംഗങ്ങളെ പുറത്താക്കി കേവലം 15 വീട്ടുകാർ മാത്രം പള്ളിയകത്ത് പ്രവേശിക്കുന്ന ഒരു വലിയ
വേദനാജനകമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കോതമംഗലം അടക്കമുള്ള ഇടങ്ങളിൽ സർക്കാർ സാവകാശം തേടിയതിന് പിന്നാലെയാണ് മുടവൂരിൽ കോടതി വിധി നടപ്പായത്. 24 കൊച്ചി. കോതമംഗലം പള്ളി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ അപ്പീൽ ഹൈക്കോടതി ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. കോതമംഗലം മാർത്തോമൻ ചെറിയപള്ളി ഇടവകയിലെ യാക്കോബായ സഭാംഗങ്ങളാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പള്ളി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്റ്റേ ചെയ്യണം എന്നാണ് ആവശ്യം. സഭാ തർക്കത്തിലെ 2017 സുപ്രീം കോടതി വിധി കോതമംഗലം പള്ളിക്ക് ബാധകമല്ലെന്നാണ് ഹർജിയിലെ വാദം. ഇനി കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. പ്രാക്തന ഗോത്രവിഭാഗമായ ചോള നായ്ക്കരിൽ നിന്ന് ആദ്യമായി ഒരാൾ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. മലപ്പുറം വഴിക്കടവ് പുഞ്ചക്കൊല്ലി കോളനിയിലെ സുധീഷാണ് ഇത്തവണ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കാടിറങ്ങിയാണ് ഓരോ ദിവസവും സുധീഷ് പ്രചാരണത്തിന് എത്തുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഗോത്ര നിവാസികളിൽ ഉൾപ്പെട്ട വിഭാഗമാണ് ചോല നായ്ക്കർ. അടുത്ത കാലം വരെ ഗുഹകളിൽ താമസിച്ചു വന്നവർ. മലപ്പുറം ജില്ലയിൽ ചോല നായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന വനത്തിനകത്ത് പുഞ്ചക്കൊല്ലി കോളനിയിൽ നിന്നുമാണ് ഇത്തവണത്തെ താരോദയം. ഈ ഗോത്ര വിഭാഗത്തിൽ നിന്നും ചരിത്രത്തിലാദ്യമായി ഒരു സ്ഥാനാർത്ഥി പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. വഴിക്കടവ് ബ്ലോക്ക് ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന സുധീഷ് ആണ് ആ താരം. യാത്രാമാർഗങ്ങളില്ലാത്തതും പുരോഗതി കടന്നെത്താത്തതുമായ വനത്തിനകത്ത് തൻ്റെ കോളനിയുടെ വികസനം തന്നെയാണ് സുധീഷിന്റെ ആദ്യ സ്വപ്നം. പിന്നെ എൻ്റെ കോളനി എന്ന് പറഞ്ഞാൽ പുഞ്ചക്കൊല്ലി അളക്കൽ എന്ന് പറയും. അളക്കൽ കോളനിയാണ് എൻ്റെ വീട്. അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും റോഡില്ല, പിന്നെ കറണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തൊരു അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും നല്ല സന്തോഷമാണ്, എല്ലാവരും വോട്ട് തരുമെന്നും പറഞ്ഞിരുന്നു. വനത്തിനകത്തെ അളക്കൽ കോളനിയിൽ നിന്ന് പ്രചാരണം ആരംഭിച്ച സുധീഷ് ഇപ്പോൾ തിരക്ക് പിടിച്ച വോട്ട് അഭ്യർത്ഥനയിലാണ്. വിജയം കൂടി ഈ 21-കാരനെ തേടിയെത്തിയാൽ പിറക്കുക മറ്റൊരു ചരിത്രമായിരിക്കും. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം അഷ്കർ അലി, 24 മലപ്പുറം. കണ്ണൂരിലെ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ പരീക്ഷാ തിരക്കിലാണ്. നിയമവിദ്യാർത്ഥി കൂടിയായ തലശ്ശേരി നഗരസഭയിലെ LDF സ്ഥാനാർത്ഥി MK ഹസനാണ് പ്രചാരണത്തിന് താൽക്കാലിക അവധി നൽകി പരീക്ഷാ ഹാളിൽ എത്തിയത്. ഒരേ സമയം 2 പരീക്ഷകളെ നേരിടുകയാണ് തലശ്ശേരി നഗരസഭയിലെ 50-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി MK ഹസൻ. തിരഞ്ഞെടുപ്പെന്ന ജനാധിപത്യ പരീക്ഷയ്ക്കിടയിലാണ് നിയമവിദ്യാർത്ഥിയായ സ്ഥാനാർത്ഥിയുടെ മുന്നിൽ സർവകലാശാല പരീക്ഷയും എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രചാരണ തിരക്കിലായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് താൽക്കാലിക അവധി കൊടുത്ത് ഹസൻ പരീക്ഷ എഴുതാനെത്തി. സർവകലാശാല പരീക്ഷയ്ക്ക് ശേഷം ഹസൻ വീണ്ടും വോട്ട് ചോദിച്ച് നാട്ടുകാർക്ക് മുന്നിലെത്തും. വലിയ വാശിയേറിയ മത്സരം നടക്കുന്ന വാർഡെന്ന നിലയിൽ അത് പിടിച്ചെടുക്കുവാൻ വേണ്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് അതിൽ ആളുകളെ കണ്ട് വോട്ട് പിടിക്കാനും അതിനുശേഷം പഠനത്തിലേക്ക് പോകുവാനും തന്നെയാണ് തീരുമാനം. കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ക്യാമ്പസിലെ 2ാം വർഷ LLM വിദ്യാർത്ഥിയാണ് ഹസൻ. UDFന്റെ സിറ്റിംഗ് സീറ്റായ തലശ്ശേരി നഗരസഭയിലെ ചേറ്റൻകുന്ന് വാർഡിൽ നിന്നാണ് SFI ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ MK ഹസൻ ജനവിധി തേടുന്നത്. പരീക്ഷയിലും തിരഞ്ഞെടുപ്പിലും ഒരുപോലെ വിജയം നേടാനാകുമെന്നാണ് ഹസന്റെ പ്രതീക്ഷ. വിജിത് ഊർക്കടവിനൊപ്പം അർജുൻ മട്ടന്നൂർ, 24 കണ്ണൂർ. ഒരു കുടുംബത്തിൽ നിന്ന് 2 വാർഡുകളിൽ 2 മുന്നണികൾക്കായി മത്സരിക്കുന്ന സഹോദരിമാരെ പരിചയപ്പെടാമിനി. തിരുവനന്തപുരം കളത്തൂർ പഞ്ചായത്തിലെ 2 വാർഡുകളിൽ നിന്ന് UDFനും LDFനുമായി ജനവിധി തേടുകയാണ് സെറാഫിൻ ജെയിംസും സെലിൻ ഫ്രാങ്ക്ലിനും. അച്ഛൻ വിളിക്കുന്നു. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ? അനുജൻ അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. കോട്ടപ്പള്ളി പ്രഭാകരന്മാരുടെയും കോട്ടപ്പള്ളി പ്രകാശന്മാരുടെയും കഥ ഞങ്ങളിവിടെ പൊളിക്കുകയാണ്. തിരുവനന്തപുരത്തെ തീരദേശ പഞ്ചായത്തായ കുളത്തൂർ. ഞങ്ങളുടെ കഥയിലെ നായികമാർ അവിടെയാണ്. ഞങ്ങൾ അവരെ പൊഴിയൂർ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നു. കുളത്തൂർ പഞ്ചായത്തിലെ പൊഴിയൂർ വാർഡിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടുകയാണ് ചേച്ചി സെറാഫിൻ ജെയിംസ്. കോൺഗ്രസ് ആശയമാണ് ഇഷ്ടം. സഹോദര സ്നേഹമാണ്. ഞങ്ങൾ ഒരുമിച്ച് CDS ആയിട്ട് കുളത്തൂർ പഞ്ചായത്തിൽ സഹോദരി കയറി 10 വർഷമായി. ഞാൻ 20. ഞാൻ ഒരു കുഴപ്പമില്ല. നമ്മളങ്ങനെ
എന്ത് കാര്യത്തിനും സഹകരിക്കുന്നതാണ്. പക്ഷെ രാഷ്ട്രീയം വരുമ്പോൾ രാഷ്ട്രീയ രീതി. അനിയത്തിക്ക് വോട്ട് പിടിക്കാൻ പോകുമോ? അങ്ങനെ പിടിക്കൂല. അങ്ങനെ പിടിക്കൂല. കാരണം സഹോദരിയുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് ഞങ്ങളുടെ UDF-കാരാണ്. അപ്പം അവർക്കില്ല, ഇവർക്കില്ല, ആർക്കില്ല. ഞാൻ എൻ്റെതായ രീതിക്ക് എനിക്ക് നോക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ പോയി ചേച്ചിയുടെ നോമിനേഷൻ ഫോം കൂടി വാങ്ങിക്കൊണ്ടുവന്ന അനിയത്തി സെലിൻ ഫ്രാങ്ക്ലിൻ തൊട്ടടുത്ത പരുത്തിയൂർ വാർഡിലെ CPI സ്ഥാനാർത്ഥി. ചേച്ചിക്ക് ചേച്ചിയുടേതായ രാഷ്ട്രീയം കാഴ്ചവെക്കുന്നു, പൊതുപ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ആ വാർഡിൽ. ഞാൻ അതേപോലെ തന്നെ എൻ്റെ വാർഡിൽ എൻ്റേതായ വ്യക്തിത്വം കാണിച്ചുകൊണ്ട് എൻ്റെ പ്രവർത്തനവും ഞാൻ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ ഇലക്ഷനിലുള്ള റിസൾട്ട് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ചേച്ചിക്ക് വോട്ട് ചോദിച്ചിറങ്ങുമോ? ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചോദിച്ചാൽ അത് ഞങ്ങളുടെ പാർട്ടിയെ ബാധിക്കും. അതിലേക്ക് ഞങ്ങൾ തലയിടില്ല. രണ്ടുപേരും ജയിക്കുമോ? വിജയിക്കും എന്നാണ് 99% ഞങ്ങൾ പ്രതീക്ഷ. സഹോദരങ്ങൾ തമ്മിൽ പോരില്ല. ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് എന്ത് കാര്യത്തിനും ഞങ്ങൾ സഹകരിക്കുന്നത്. രാഷ്ട്രീയം. നോക്കൂ കോട്ടപ്പള്ളി ബ്രദേഴ്സ്, ദി സിസ്റ്റേഴ്സ് ആർ ലവ്ലി ബട്ട് പവർഫുൾ. ജിനുവിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. മലപ്പുറം തെക്കുമുറിയിലെ വോട്ടർമാർ പേര് മാത്രം നോക്കി വോട്ട് കുത്തിയാൽ ചിലപ്പോൾ പാളും. ഒതുകുങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഒരേ പേരിൽ 3 സ്ഥാനാർത്ഥികളുണ്ട്. മൂവരും പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചതേ ഉള്ളുവെങ്കിലും എന്ത് വലിയ അട്ടിമറി സംഭവിച്ചാലും ഈ വാർഡിൽ വിജയി ഹസീന തന്നെ. എന്താണെന്നല്ലേ? കാരണം ഒരു വാർഡിൽ ഒരേ പേരിൽ 3 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇതിൽ 2 പേരുടെ വീട്ടുപേരും ഒന്ന് തന്നെ. ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡായ തെക്കുമുറിയിലാണ് ഈ കൗതുകം നിറഞ്ഞ മത്സരം. കുരുണിയൻ ഹസീനമാരാണ് LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥി. SDPI സ്ഥാനാർത്ഥിയാകട്ടെ കൈതക്കൽ ഹസീനയും. ഇതിൽ UDF സ്ഥാനാർത്ഥി ഹസീന 3-ാം തവണയാണ് ജനവിധി തേടുന്നത്. കൗതുകരമായൊരു സംഭവമാണിത്. ഞാൻ ചെല്ലുമ്പോൾ തന്നെ പറയാറുണ്ട് ഹസീനയാണല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കും പ്രശ്നം വരില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിഹ്നത്തിലാണല്ലോ വോട്ട് ചെയ്യണത്, അതുകൊണ്ട് പ്രശ്നമൊന്നും വരില്ല. എന്നെ മുമ്പ് മെമ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാൻ ചെയ്യാമല്ലോ. നിലവിൽ 3-ാം വാർഡിൽ ജനപ്രതിനിധി LDF-ലെ മായനാണ്. വനിതാ സംവരണമായതോടെ സീറ്റ് ലഭിച്ചത് LDF ഹസീനയ്ക്കും. നേരത്തെ 2-ാം വാർഡിൽ മത്സരിച്ച ഇവർ ഇത് 2-ാം തവണയാണ് ജനവിധി തേടുന്നത്. ചിഹ്നം നോക്കിയല്ലോ ഇപ്പം എല്ലാവരും ചെയ്യുള്ളൂ. പേര് വായിക്കാൻ അറിയാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ അതുമല്ല, പിന്നെ ഞാൻ ഈ നാട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇന്നെ എവിടെ ചെന്നിട്ടുണ്ട് വെച്ചെങ്കിലും ഇന്നെ അറിയേണ്ട ആൾക്കാരാണ് ഉള്ളത് ഇവിടെ. പിന്നെ 2 കുരുനിയന്മാരാണ്. വീട്ടുപേരൊക്കെ ഒന്നാണ്. അടുത്തത് SDPI സ്ഥാനാർത്ഥിയാണ്. വീട്ടുപേരിൽ അല്പം മാറ്റമുണ്ടെങ്കിലും പേര് ഹസീന തന്നെ. കൈതക്കൽ ഹസീന 2-ാം തവണയാണ് ജനവിധി തേടുന്നത്. ഇതിൽ 2 പേരുടെ തറവാട്ട് പേരുകൾ ഒന്നാണെങ്കിലും ഇവർ തമ്മിൽ ബന്ധമൊന്നുമില്ല. എന്നാൽ സംഭവം അല്പം കൗതുകമാണെങ്കിലും മുന്നണികളെ സംബന്ധിച്ച് ഇത് നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. തങ്ങളുടെ വോട്ടർമാർ സ്ഥാനാർത്ഥികളെ മാറി വോട്ട് ചെയ്യുമോ എന്നതാണ് ആശങ്ക. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 തിരൂർ. കോവിഡ് തകർത്ത ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം കലാകാരന്മാർ. പാടിയും ചിരിപ്പിച്ചും കാണികളെ ആകർഷിച്ചവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റെടുക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വീട് കയറിയുള്ള പ്രചാരണം നന്നേ കുറവാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചാരണം കൊഴുക്കുകയാണ്. നാടിന് വികസനം പൂവണിയാൻ ബാലൻ നമ്മുടെ സ്ഥാനാർത്ഥി, താമര നമ്മുടെ ചിഹ്നമല്ലേ. അതിനുവേണ്ടതെല്ലാം ഒരുക്കുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം കലാകാരന്മാർ. പാരഡി ഗാനങ്ങളും സ്കിറ്റുകളുമെല്ലാം ഉണ്ടെങ്കിലും ഇത്തവണത്തെ താരം വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോകളാണ്. സ്ഥാനാർത്ഥികളുടെ മൈക്ക് കെട്ടിയുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങൾ സ്റ്റാറ്റസുകളിലൂടെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ സ്റ്റാറ്റസ് വീഡിയോ 30 സെക്കൻഡുള്ള സ്റ്റാറ്റസ് വീഡിയോ, അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ വെറൈറ്റി. പിന്നെ 2D എഫക്ട്സ്, ഒരു കാർട്ടൂൺ പോലത്തെ ഒരു 2D എഫക്ട്സ് സംഭവമാണ്. അത് 30 സെക്കൻഡ് സ്റ്റാറ്റസ് വീഡിയോ ആണ്. അതും ഹൈലൈറ്റ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. കോവിഡ് കാലത്ത് മാസങ്ങളോളം വേദികൾ നഷ്ടമായ ഇവർക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലം ആശ്വാസമാവുകയാണ്. കോഴിക്കോട് എന്നല്ല, നമ്മൾ കലാകാരന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവരൊക്കെ പട്ടിണിയിലാണ്.
നമ്മൾക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇനിയിപ്പോൾ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ മറന്നുപോയ മാതിരിയാണ് ഞങ്ങൾ എന്താ ഇപ്പോൾ ചെയ്തിരുന്നത്. സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം കൂടി പൂർത്തിയാവുന്നതോടെ ഡിജിറ്റൽ പ്രചാരണം ഒന്നുകൂടി ജോറാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ക്യാമറമാൻ VS രാഹുലിനൊപ്പം അഞ്ജലി അമൃത്, 24 കോഴിക്കോട്. തെക്കിഴക്കൻ അറബിക്കടലിൽ വ്യാഴാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ്. വ്യാഴാഴ്ചയോടെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട്. പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ ഒമാൻ, യമൻ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദം ഇന്ത്യൻ തീരത്തിന് ഭീഷണിയില്ലെന്നാണ് നിലവിലെ അനുമാനം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റുവീശാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശന മുന്നറിയിപ്പുണ്ട്. ആഗോള കാലാവസ്ഥാ പ്രതിഭാസമായ മാഡൻ ജൂലിയൻ ഓസിലേഷൻ അറബിക്കടലിൽ പ്രവേശിച്ചതാണ് അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത സജീവമാക്കുന്നത്. വരുന്ന ആഴ്ചകളിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് MGO പ്രതിഭാസം നീങ്ങുന്നതോടെ അവിടെയും ന്യൂനമർദ്ദ സാധ്യത സജീവമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. 24 തിരുവനന്തപുരം. കോഴിക്കോട് മുക്കം കുളങ്ങരയിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. കൊടിയത്തൂർ സ്വദേശി സിയ ഉൽ ഹക്കിനാണ് വെട്ടേറ്റത്. പ്രതി കുടത്തായ് സ്വദേശി ഷിഹാബുദ്ദീനെ മുക്കം പോലീസ് പിടികൂടി. കോഴിക്കോട് മുക്കം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കുളങ്ങരയിൽ രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. കൊടിയത്തൂർ സ്വദേശി സിയ ഉൽ ഹക്കിനാണ് തലയ്ക്കും കാലുകൾക്കും വെട്ടേറ്റത്. ഇയാളെ ഗുരുതര പരിക്കുകളോടെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായാണ് ആക്രമണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതി കൂടത്തായി സ്വദേശി ഷിഹാബുദ്ദീനെ മുക്കം പോലീസ് പിടികൂടി. ആക്രമണത്തിന് ശേഷം വാഹനവുമായി കടന്നുകളഞ്ഞ പ്രതിയെ മുക്കം പോലീസ് അതിസാഹസികമായി പിന്തുടർന്ന് കാരശ്ശേരിയിൽ വെച്ചാണ് പിടികൂടിയത്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ കൂട്ടുപ്രതികളുണ്ടോ എന്നതും പരിശോധിക്കും. 24 കോഴിക്കോട്. ഇതോടെ 24 വാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി 24news.com സന്ദർശിക്കാം.